അതായത് അറിയില്ല, ഈ ജഡ്ജസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കും ഇത് പറഞ്ഞു തരാനുള്ള ഒരു മനസ്സൊന്നുമില്ല. അതായത് അങ്ങനത്തെ ഒരു ഏരിയ അത് ശാസ്ത്രീയ സംഗീതം അല്ല എന്ന് പറഞ്ഞാൽ പിടി അടിയായിരിക്കും. അതായത് കുട്ടികൾ തന്നെ അത് പേടിച്ചിട്ടൊന്നാണ്. ഞാൻ എൻ്റെ കലാജീവിതത്തിലെ ഒരു മാറ്റം പറയണം. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട അബ്ദുൽ സലാം അതുപോലെ മുഹമ്മദ് മാഷ് ഇങ്ങനെയുള്ള പുതിയ അധ്യാപകർ വരുന്നത്. അന്ന് ഒരു ലളിതഗാനം എനിക്ക് പഠിപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴുമുണ്ട്. രാമ 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 നാമം നല്ല നാമം, നന്മയൻ രൂപമായി ഞാനിസയാകും. രാമ 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 നാമം നല്ല നാമം, ഇങ്ങനെയുള്ളൊരു പാട്ട്. പിന്നെ അമ്മേ ഭഗവതി അന്നപൂർണേശ്വരി കരുണതൻ കടലല്ലയോ, നീ കണ്ണീര് തുടയ്ക്കില്ലയോ, ഇങ്ങനെയുള്ളൊരു പാട്ടുകളൊക്കെ പഠിപ്പിച്ചത്. പിന്നെ ആ സമയത്താണെന്ന് തോന്നുന്നു കുടജാതിരി എന്നുള്ള പാട്ട്. അപ്പോൾ ഞാനെന്നുള്ളൊരു നമ്മളെ ഒരു മാപ്പിളപ്പാട്ട് എന്നുള്ളൊരു ലെവലിൽ. അപ്പോൾ ശാസ്ത്രീയ സംഗീതം എന്താണ് ആ മാഷന്മാർ. പിന്നെ അതിൻ്റെ ആ MUM സ്കൂളിൽ ഞാൻ 5 മുതലാണ് പഠിക്കുന്നത്. പക്ഷെ അതിൻ്റെ മുമ്പ് ഞാനെന്ന ഒരു കൊച്ചു പാട്ടുകാരനെ തിരിച്ചറിഞ്ഞതും എനിക്ക് പാടാൻ വേദിയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടൊരു അധ്യാപകരുണ്ട്, ഷാഫി മാഷൊന്നും വിളിക്കും. അദ്ദേഹം മരണപ്പെട്ടു. അല്ലല്ല, അറക്കിലാട് JB സ്കൂൾ, ചോരോട് പഞ്ചായത്താണ്. പക്ഷേ വടകര CM ഹോസ്പിറ്റലിൻ്റെ ഒക്കെ പരിസരത്തുള്ളൊരു സ്കൂളാണ്. ആ മാഷെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4ാം ക്ലാസ്സിലെ ഒരു പദ്യം ഉണ്ടായിരുന്നു, അരണ്യം തന്നിൽ പിടി. അപ്പോൾ നമ്മൾ അന്ന് TV ഒന്നും കണ്ട സമയമില്ല, TV ഒന്നും ഇല്ല വടകരയൊന്നും. അപ്പോൾ ഈ മാഷ്